അപ്പോൾ നമ്മള് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുക ഹംപിയിൽ വന്നിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഹനുമാൻ ജനിച്ച സ്ഥലം എന്ന് പറയപ്പെടുന്ന ഹനുമാൻ ഹില്ലിലാണ്. അപ്പോൾ നമുക്ക് ഹനുമാൻ ഹില്ലിൻ്റെ കാഴ്ചയിലേക്ക് പോലെ. യെസ് സംഭവമില്ലേ ശരത്ത് ഓട്ടോക്കാരനോട് വില വീസുന്നുണ്ട്. 300 പറയുമ്പോൾ ശരത്ത് 200 പറയും. ആ സംഭവം ഒരു വണ്ടിക്കല്ലേ ഗൈസ്, ഒരാൾക്കാണ് 300 രൂപ. ഇല്ല ഗൈസ്, സംഭവം നമ്മൾ റൂം എടുക്കണമെങ്കിൽ ഒരു 2 ദിവസം, അതായത് പുഴേൻ്റെ അപ്പുറം റൂം എടുക്കുക. പുഴേൻ്റെ ഇപ്പറാണ് കുറച്ച് സ്ഥലങ്ങൾ വരുന്നത്. പുഴേൻ്റെ അപ്പുറമാണ് ഹനുമാൻ ടെമ്പിളൊക്കെ വരുന്നത്. അപ്പോൾ ഹനുമാൻ ടെമ്പിൾ കാണുന്നില്ലായിരിക്കും രാവിലെ മോർണിംഗ് സൺറൈസ് കാണാൻ പറ്റില്ല. നമ്മളെപ്പോലെ ഇങ്ങനെ വെയിലത്ത് നടക്കേണ്ടി വരും. കണ്ട ഓട്ടോറിക്ഷക്കാരന് 5 വട്ടം ചോദിച്ചാണ്, 5 വട്ടമല്ല 10 ചോദിച്ചാണ്, മോനെ കൊണ്ടാക്ക മോനെ. ഓട്ടോറിക്ഷ ഒന്നും വേണ്ട, നടക്കാം. മലയാളികൾക്ക് നടക്കുന്നൊരു പുത്തരാട്ട് നടക്കാൻ ഇറങ്ങിയാണ്. ഇതൊരുത്തി കിടക്ക് നോക്ക്, ഞാൻ സൂമി കാണിച്ചാൽ കിടക്കുവാണ്, വയ്യ, ഉറങ്ങി. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ബാക്കി കുറച്ച് ആളുണ്ടായിന്, അവരെ കാണാൻ പോലും ഇല്ല. എവിടെയാണ് ആവോ കണ്ട. പറ്റുമെങ്കിൽ പുഴേൻ്റെ അപ്പുറം റൂം എടുക്കുക, എന്നിട്ട് രാവിലെ പോയി ഹനുമാൻ ടെമ്പിൾ ആണോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ലേറ്റായിട്ട് കറങ്ങിയിട്ട് നടക്കേണ്ടി വരും. പക്ഷെ നടക്കുന്ന ഒരു വേറെ വിഭാഗം. സംഭവം കാട്ടിൽ വല്ല എന്തെങ്കിലും എന്താ പറയുക പഴമോ അതൊന്നും കണ്ടു കഴിഞ്ഞാൽ പറിക്കാൻ പാടില്ല. ഇതേപോലെ മുള്ളു കയറും. എല്ലാത്തിനും കാരണം ശരത്താന്ന് പറയുന്നവര്. ശരത്ത് എന്താടാ കഴിഞ്ഞിട്ടില്ല രാമ, ഞാൻ സൂക്ഷിച്ചു പിടിച്ചു. സംഭവം ഇവനെ നല്ലോണം കയറി പറിച്ചു. സാർക്ക് വേണ്ടോ ഇരിക്കുന്ന നോക്ക്, ഇവള് കാരണമാണ് പറിക്കാൻ വന്നത്. ഇരിക്കുന്ന നോക്ക് പാവച്ചക്കൻ. എന്താ നമ്മള് പറിക്കാൻ നിൽക്കാണ്ട് പറിച്ച് തീർക്കട്ടെ ഏട്ടാ. ഇതെന്താണെന്ന് അറിയില്ല, കുറെ കല്ലൊക്കെ വെച്ച് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വയ്യാഞ്ഞിട്ടും നടക്കാൻ പറ്റുന്നിട്ട് ഫോട്ടോ എടുക്കണോ രണ്ടും? ഇത്ര നല്ല മനസ്സിലെ എവിടെ കിട്ടി വരാ. ഇതൊക്കെ പോയി ഗൈസ്. നമ്മളീ നല്ല ക്രിയേറ്റീവായിട്ടുള്ള പുതിയ സ്റ്റോൺസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ചിപ്പി നോക്ക്, ചിപ്പി ഇങ്ങോട്ട് നോക്ക്. കല്ലും തപ്പി നടക്കുന്നു. നല്ല ആട്ടുത്തുപ്പി അവരെല്ലാവരും പോയി. നമ്മളിങ്ങനെ പുതിയ കല്ലുണ്ടോന്ന്. ഇത്തിരി കല്ലിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞു കല്ലപ്പാണ്. ഓക്കെ ഏത് ഇങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഈ സാധനത്തിൽ ഇതാവുന്നതാണ്. അങ്ങനെ പറഞ്ഞു കൊറേ വർഷം മുന്നേ ആയിരിക്കും ഇത്. ഈ ഷേപ്പല്ലേ. അപ്പോൾ നമ്മള് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുക ഹംപിയിൽ വന്നിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഹനുമാൻ ജനിച്ച സ്ഥലം എന്ന് പറയപ്പെടുന്ന ഹനുമാൻ ഹില്ലിലാണ്. അപ്പോൾ നമുക്ക് ഹനുമാൻ ഹില്ലിന്റെ കാഴ്ചയിലേക്ക് പോലെ. യെസ് ഊരി വെച്ചിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ. ചെരുപ്പ് ഊരി വെച്ചിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ. അവിടെ തോന്നിയ ദിവസം പറയല്ലേ. നമ്മളാ താഴെന്നാണ് കയറി വന്നത്. ഇനിയും കുറച്ചുകൂടെ പോയണ്ട്. മറ്റേ സിനിമയത്തെ എന്താ സിനിമേൻ്റെ ഒരു മറ്റേ സിനിമേൻ്റെ ഒരു ആനന്ദം. ആനന്ദത്തിൽ അവരിരുന്ന് ഇതാ ലൊക്കേഷൻ. അവര് കയറി ഹില്ലിതാ. അയ്യോ ഇവിടത്തെ പ്രസാദാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ മുളകും മിക്സ് ആക്കിയൊരു ചോറല്ലേ, റൈസ് മിക്സ് ആക്കിയ ചോറ്. എന്താ റൈസില് മുളക് മിക്സ് ആക്കി. ശരത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇത് ആംബിയൻസ് കണ്ട സ്ഥലം. ഇത് കണ്ടെങ്കിൽ തിന്നു അപ്പോൾ ഇതിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ കഴിക്കലാക്കിയിട്ടുണ്ട്. ഫുഡ് എവിടെ കണ്ടാലും വെറുതെ വിടില്ല. ഞങ്ങള് മഷീൻ അവിടെ കഴിക്കുന്നുണ്ട്. അടിച്ച് മിന്നിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനത് കഴിച്ചോട്ടെ. മസാല ചോറ് പോലെ കൊള്ളാം. വിശപ്പുള്ളവന് എന്ത് കിട്ടിയാലും ടേസ്റ്റ് ആയിരിക്കും.
കഴിച്ചിട്ട് കാണാം. അശ്വിനെ വെയിലൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? സംഭവം ഹംപിയിൽ വരുന്നുണ്ടെങ്കിൽ ഹനുമാൻ ടെമ്പിൾ മസ്റ്റ് വിസിറ്റ് സ്ഥലം. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അതെ സത്യം. അപ്പൊ ആ സ്റ്റെപ്പ് കയറുമ്പോഴായാലും ഫുഡ് വന്ന് കേറിയപ്പോ തന്നെ നേരെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നേരെ പോയി ഒരു കുറവില്ല, കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞു വിശപ്പുള്ളതുകൊണ്ടാണ്. മന്തി. അതെ അത് കേട്ടാ മൊട്ട വെജിറ്റേറിയൻ അല്ലേ? ആ ആടാ മുട്ട വെജിറ്റേറിയനാ. നമ്മൾ എങ്ങനെ ഫുഡ് വാങ്ങാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരിക. ഈ കൗണ്ടറാണ്. ഈ കൗണ്ടറിൻ്റെ അവിടെ വരിക. ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടാവും. പ്ലേറ്റിൽ എടുക്കുന്നവിടെ കാണിക്കുക. ഇതിൽ മേടിക്കുക. ಅಲ್ಲ ಇದಕ್ಕ ಕಂಡಕ್ಟರ್ಗೆ ಡ್ರೈವಿಂಗ್ ಲೈಸೆನ್ಸ್ ಕೂಡ ಬೇಸಿಲ್ಲ ಎರಡು ಅಪಾರ್ಟ್ಮೆಂಟ್ നല്ല ചൂടുള്ള ചോറാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. ഓക്കെ എൻ്റെ മോനെ ഇതൊക്കെ ഒരു വൈബ് തന്നെയാണ്. ചോറ് വിത്ത് അമ്പലം. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല. അമ്പോ മൂട് സ്ഥലം പറഞ്ഞ മൂട് സ്ഥലം. ഒക്കെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കാണ്. നട്ടപ്ര വെയില്, നട്ടപ്ര വെയില്. ഇരിക്കാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടും നോക്കി നടക്കാണ് ഇപ്പൊ എല്ലാരും. പാവങ്ങള് മേക്കപ്പ് വരെ ഇടുന്നുണ്ട്. ഏത് മൂഡ് വരും. സുഖത്തിലാണ് ഇരുന്ന് പോകുന്നത്. എന്ത് മസാജ് ഏതാ ബ്യൂട്ടി കോൺഷ്യസ് കാരണം ഇത്രയും ഉണ്ടാവും. മൂഡ് ചിപ്പ അങ്ങോട്ട് പോന്ന്. ഓ ഏതാ സാധനം? ഇവിടെ ഇരുന്നിട്ടില്ലേ സീൻ. ഇവിടെ ഇരിക്കുന്ന ചേട്ടാ. ഇവിടെയാണോ അന്ന് ഉർക്കാറ് അണ്ണായി? ഇവിടെ ഇരിക്കുന്നു. ഇവിടെ വ്യൂ. ഒരമണിക്കത്തെ ഉറക്കത്തിന് ശേഷം നമ്മൾ താഴേക്ക് ഈ മല ഇറങ്ങുകയാണ്. ചിപ്പിയൊക്കെ എമ്മാരി ഉറക്കം അറിയോ എൻ്റെ മോനെ. ഈ സ്റ്റെപ്പ് ഇതാണ്ട, ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങി വന്നിട്ട് കാലിങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിറയുണ്ട്. സംഭവം പുറത്താണെന്ന് പറഞ്ഞില്ല, പക്ഷെ ഉള്ളിൽ നല്ല വിറയുണ്ട്. എനിക്കും അതിലവന്മാർക്കെല്ലാം വിറയുണ്ട്. തെങ്ങ്, പാറ, നെൽപ്പാടം. മലയല്ല പാറ. കുന്ന് വേറെ, പാറ വേറെ, മല വേറെ. പറയണ്ട. വിഷ്വൽ ബ്യൂട്ടി. അവൻ്റെ മുഖം നോക്കി കാറ്റ് കരിയാനായി. അപ്പോൾ അണ്ണൻ അടിപൊളിയിലാണ്. പക്ഷേ അണ്ണൻ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ബട്ട് നമ്മൾ കുറച്ച് പൈസ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറക്കും. ആദ്യം എന്ന് വെച്ചാൽ ഇവർ ഒരു ഫിക്സ്ഡ് എമൗണ്ട് പറയും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളോട് മാക്സിമം പറഞ്ഞ് അണ്ണൻ ബെസ്റ്റാണ്. പിന്നെ പക്ഷെ എന്നിട്ട് നമ്മൾ മാക്സിമം ഇവരോട് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ച് തരും. പക്ഷെ അണ്ണൻ ഇസ് സൂപ്പർ. മഹേഷ് അല്ല സന്തോഷാണ് സൂപ്പർ. എവരി വൺ ഐ വിൽ give you number, you come and just call any can, no problem. Yes. YouTube channel